Hello guys, welcome back. It's me Needu. It's me Adarsh. Guys, അപ്പം ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. ഞങ്ങൾ ഓഫീസ് വരെ വന്നതാണ് ഗൈസ്. ബട്ട് വന്ന കാര്യം ഒന്നും ദൈവനിശ്ചയം നടന്നില്ല. അപ്പൊ വീണ്ടും വരേണ്ടതായിട്ടുണ്ട് ഗൈസ്. അതുമാത്രമല്ല ഞങ്ങൾ തിരിച്ചു പോകണം. എനിക്ക് വർക്കുണ്ട്. ഇവനെ വിളിക്കണം. കുറെ ടാസ്കുകളാണ്. ഇനി സമയം ഒട്ടുമില്ല. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. അതിന്റെ ഇടയ്ക്ക് എന്റെ സിസ്സിനെ ഒന്ന് കാണണം. അവളെ സാധനം കാണണം. അവളുടെ ഓഫീസിലോട്ട് പോയെന്ന് വാങ്ങിക്കണം അത്. പിന്നെ ഒരു പായസം, മറ്റേ ബോളിയും പായസവും വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് ടൈം ഇല്ല. പെട്ടെന്ന് വീട്ടിലെത്തണം ഗൈസ്. അതിന്റെ ഓട്ടത്തിലാണ്. പിന്നെ എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിരുന്നു. പിന്നെ ജസ്റ്റ് ഞങ്ങളൊന്ന് ലൈവിൽ കയറിയായിരുന്നു. അപ്പൊ ഗെയ്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് 5K ഓൺ ഗോയിങ് ആണ്. ഇന്ന് ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരണം. ഇന്ന് ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. രാത്രി 10 മണിക്കായിരിക്കും ഗിവ് അവേ. ഈ വ്ലോഗ് ഇടുന്ന ദിവസവും ഗിവ് അവേ കാണും. സോ ഗൈസ് എല്ലാ രാത്രിയും 10 മണിക്ക് നമ്മൾ ലൈവിൽ വരണം. ഗിവ് അവേ നടക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഞങ്ങളൊന്ന് നമ്മളെ ലൈവിൽ കയറി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വേറെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരധാരിയിലൂടെ ഞങ്ങൾ പോകുന്നതാണ്. കണ്ടോ ഗൈസ്, നല്ല തിരക്കാണ് ഗൈസ്. ശ്രീ ഭയങ്കര പോസാണ് ഗൈസ്. അവൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ശ്രീ നിന്റെ മൈക്ക് ഊരിയാടാ നീ? ഓ, അപ്പൊ നീ എന്റെ ഊരിയാ? അയ്യോ, ഞാൻ ഉണ്ടെന്നും പറഞ്ഞിരിക്കുവാണ് ഗൈസ്. ഗൈസ് നമ്മളെ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെതായ പോസ്റ്റും എനിക്കുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളിത്. ഇതും എടുത്തു കേട്ടോ ശ്രീ. ഇതിങ്ങനത്തെ ഉടുപ്പായിട്ട് കയറി കൊള്ളുന്നു ഗൈസ്. പിന്നെന്താണ് വിശേഷം പറയോ? ഇനി ഞങ്ങൾ ബോളി വാങ്ങാൻ പോവട്ടോ. ബോളി കട കഴിഞ്ഞിട്ടാണോ ഗൈസ്? ഞങ്ങൾ അങ്ങനെ ബോളിയും പായസവും വാങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക്ക്. പോകുന്ന വഴിയിൽ കണ്ടോ നല്ല ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ അങ്ങനെ നിർത്തി ബോളി മേടിക്കുന്നുണ്ട്. ഇതാ കട. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇത് ഇവിടെ ഇറങ്ങി ബോളി മേടിയില്ലേ, അപ്പോഴത്തേക്കും ഞാൻ പോയി വണ്ടി തിരിച്ചോണ്ട് വരാം. എന്തുകൊണ്ട് ഞങ്ങളുടെ ബോളി മേടിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കാട്ടോ. ഇത് മഹാബോളി എന്ന് പറഞ്ഞ കടയാണ് തിരുവനന്തപുരത്ത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് എപ്പം വന്നാലും ഇവിടെ വന്ന് മേടിക്കാറുണ്ട് ബോളി. എനിക്ക് വെള്ളം ഇറങ്ങണം. അല്ല, ഒരെണ്ണം മേടിച്ചാൽ മതി, ഒറ്റെണ്ണം മേടിച്ചാൽ മതി കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം മേടിച്ചാൽ മതി കേട്ടോ. ബോളി മേടിക്കത്തില്ലേ? അപ്പൊ നീ ഇത് പോയി മേടിച്ചോണ്ട് വരും. അപ്പോഴത്തേക്കും ഞാൻ വണ്ടി തിരിച്ചോണ്ട് വരും. നീ ഇത് പോയി മേടിക്കാട്ടോ, അവരെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ബോളി വാങ്ങാൻ വന്നു ഗൈസ്. കണ്ടോ ഗൈസ്, കണ്ടോ നീത് ബോളിയും പായസമൊക്കെ മേടിച്ചോണ്ട് വന്ന് വെയിറ്റ് ചെയ്യാൻ പോലും സമയമില്ലാതെ അവിടെ കഴിക്കുകയാണ്. ഇതാണ് മഹാബോളി എന്നുള്ള പായസം. ഇത് ബോളി ഗൈസ്, സെറ്റ് സാധനമാണേ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. ബോളി നോക്കട്ടെ, വീട്ടിൽ പോയി കഴിച്ചാൽ മതിയായിരുന്നു. ബോളിക്ക് നല്ല മധുരം, സൂപ്പർ മധുരം. ഞങ്ങളിതാണ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതാണ്ട് ഇവിടെ ഒരു തുണിക്കട ഒരു ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്ത്. ഇനി ഇവിടുന്ന് ഇറക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയാന്ന് അറിയത്തില്ല. ഫുള്ള് ഇവിടെ ചീത്തോളിയും ബഹളമാണ് ഗൈസ്. അത്രയ്ക്ക് തിരക്കാണ്. ഈ ഭയങ്കര രക്ഷമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങളിങ്ങനെ പായസമൊക്കെ വാങ്ങിച്ചു, പായസം കുടിച്ചു, ബോളി കഴിച്ചു, തിരിച്ചു പോവുകയാണ്. ഓണം എത്തുന്നതിന് മുന്നേ എന്തൊരു തിരക്കാ. ഓണം, ഖാദി മേള, അത് മേള, ഇത് മേള എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എഴുതി വെച്ചേക്കും. എല്ലാ കടകളിലും ഓഫറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കിന് ഫുള്ള് തിരക്ക്. ആൾക്കാരൊക്കെ ഇടിച്ചു കുത്തി പെയ്യുന്നണക്കാ. ഫുള്ളാണ് ഈ റോഡ് സൈഡിലൊക്കെ നോക്ക്. ഒരിടത്ത് പോലും പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളേ ഇല്ല. കണ്ടോ, അത്രയ്ക്ക് തിരക്കാണ്. ചീത്ത വിളിച്ച് ഓട്ടിക്കുവാണ്. എനിക്കാണെങ്കിൽ 2-3 തെറിവിളി കേട്ട് അവിടുന്ന്. ഇവള് പായസം മേടിക്കാൻ പോകുന്നായിരുന്നു. ഞാൻ പറഞ്ഞ നീത് പോയി ഏത് നീത് അവളിക്ക് അങ്ങനെയൊക്കെയാണ് അവസ്ഥ കേട്ടോ. അപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങണം. ഇപ്പൊ 1 മണിക്കൂറുള്ള ട്രാവലൊക്കെ ഇപ്പൊ 2 മണിക്കൂറാണ് എടുക്കുക നമുക്ക്. ഞങ്ങൾക്ക് ഇവിടുന്ന് 1-1.5 മണിക്കൂറേ ഉള്ളൂ പുനലൂർ വരെ പോകാൻ. എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. അതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ടാസ്ക്. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് ഫുള്ള് ടാസ്ക് ആണ്. പക്ഷെ എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ നടന്നത് ഇതിന്റെ ഓഫീസിൽ. അല്ല, അത്ര നടന്നില്ലല്ലേ, പ്രതീക്ഷ അത്രയും കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. പ്രതീക്ഷ അത്രയും കാര്യങ്ങളൊന്നും നടന്നതും ഇല്ല. ഇല്ലേ,
ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം ഗെയ്സ്. ഈ ടൗണും റഷും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടില്ലേ? ഇത് ഭയങ്കര റഷ് അവിടെ ആണോ. ഞങ്ങളപ്പോ നിലമേൽ അടുപ്പിച്ചെത്തി ഗെയ്സ്. ഇനിയിപ്പോ നേരെ പോയി തരേനെ വിളിക്കുകയാണ് അല്ലേ? അതിനെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോണം. ദേവനെ വിളിക്കണം. നല്ല മഴയുടെ പുല്ലൂരൊക്കെ നല്ല മഴയെന്നേ. പക്ഷെ ഇവിടെ നിലമേലൊന്നും മഴയില്ല. ഇവിടെ പക്ഷെ ഉണ്ടോ ആയൂരൊക്കെ മേഘം പോലെ. മേഘം കണ്ടോ? കാരണം മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളത് നിലമേല് സിഗ്നലിലെത്തി. സിഗ്നൽ വീണ് കിടക്കുകയാണ്. ഇനി തനുവിനെ വിളിക്കണം, പോണം. പിന്നെ ഗൈസ് അതേപോലെ ഓണത്തിന്റെ ഗിവ് അവേ, സ്പെഷ്യൽ ഗിവ് അവേ ഒക്കെ വരുന്നുണ്ടല്ലേ? ഞങ്ങൾ പറയാമേ, ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം. പക്ഷെ എന്നാലും നിങ്ങൾ ഇത്ര നാൾ 5K അടുപ്പിച്ച് ആവാറായി ഫോളോവേഴ്സ്. സോ ഗൈസ് 5K ആവാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കണക്ക് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ മുമ്പോട്ടല്ലേ ഇതേപോലെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. നീ ഇതിന് ഭയങ്കര പോസാണ്. എന്റെ കാര്യം നമ്മൾ ഇന്നലെ എവിടെ പോയപ്പോ പുല്ലൂര് നമ്മൾ ഒരു തുണിക്കടയിൽ പോയപ്പോ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് ഓടി വന്നിട്ടില്ലേ? ലൈവില് വരുന്ന മീനമ്മ ലൈവില് വരുന്ന മീനമ്മ വന്നിട്ട് പറഞ്ഞേ മനസ്സിലായോ എന്ന് ചോദിച്ചു. അതെ ഗൈസ്, ഞങ്ങൾക്ക് ജാടയൊന്നുമില്ല. നിങ്ങളൊക്കെ ഇങ്ങോട്ട് ഒന്ന് മിണ്ടണം നിങ്ങളുടെ കേട്ടോ. അല്ലേ? ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. നമ്മുടെ അടുത്ത് മിണ്ടുന്നവരത്തല്ല ഞങ്ങൾ മിണ്ടും. പിന്നെ ചിലർ ചിരിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അറിയാവുന്നവരായിരിക്കും ചിരിക്കുന്നത്. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചിരിക്കുമ്പോഴേ അപ്പൊ ഞങ്ങൾ ഹായ് കാണിക്കും. അപ്പോഴത്തേനും അവര് മിണ്ടും. വണ്ടി ഓടിക്കും. അപ്പൊ ഓക്കെ, നമ്മള് ദേവുനെ വിളിക്കാം, തനുവിനെ വിളിക്കട്ടെ. നല്ല മഴ. നമ്മുടെ തനു എത്തി ഗൈസ്. ഞങ്ങൾ തനുവിനെ ഇവിടെ നീതുവിന്റെ വീട്ടിലാക്കിയിട്ടായിരുന്നു പോയത്. അപ്പൊ നാടെ നീതു പോയി തനുവിനെ വിളിച്ചോണ്ട് വന്നു ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇനി പോവാ. ഇനി ഒട്ടും സമയമില്ല. ഇനി പെട്ടെന്ന് പോയി ദേവനെ വിളിക്കണം. സോ ഗൈസ് ഞങ്ങൾ പോവാണ്. ഭയങ്കര മഴ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഇനിയിപ്പം വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവില് പങ്കെടുക്കുക. ഇനി ഗിവ് അവേസ് ഒരുപാടുണ്ട്. സോ ഗൈസ് എല്ലാരും വരണം. വരുന്നുണ്ട്. സോ ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ആദർശ് സൈനിങ് ഓഫ്. ബൈ ബൈ.